ഹലോ നമസ്കാരം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ മനു വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ കമല മനുവിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ മനു ആണെങ്കിൽ അതിനൊക്കെ തക്ക മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നീ അലീനയെ കാണാൻ വേണ്ടിയിട്ടല്ലേ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ജോലി മാറ്റം വാങ്ങിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പം? എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവും ബുദ്ധിയും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കോളാം. എന്നെ ഒരുപാട് നിയന്ത്രിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മനു. കമലയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം കേട്ടോ. കമല വളരെ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നീ അങ്ങനെ വലിയ ആളാവൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ അവളെ നാളെ തന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞയക്കും എന്ന് പറയുമ്പോൾ, അമ്മ പറഞ്ഞയച്ചോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അവളെ ഞാൻ എറണാകുളത്ത് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുത്ത് അവിടെ സെറ്റിലാക്കിക്കോളാം. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കാണാമല്ലോ എന്നൊക്കെ മനു പറയാണ്. അത് കേട്ടപ്പോൾ കമലയുടെ കിളിയാകെ പോവാട്ടോ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അമ്മയോട് ഇനി സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മനു പോകുന്നുണ്ട്. അതേസമയം അലീന കീ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് നോക്കുമ്പോൾ കാണുന്നത് വീട് മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുന്നതും ബ്രിജിത്താമ്മയുടെ ഫോട്ടോ ഒക്കെ തറയിൽ വീണ് പൊട്ടിക്കിടക്കുന്നതൊക്കെയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ ക്ലീനാക്കി ഡൈനിങ് ഹാളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ആകെ വൃത്തികേടാണ്. അതായത് കഴിച്ച പാത്രങ്ങൾ അവിടെ ഇരിക്കുന്നു, ഭക്ഷണം വേസ്റ്റ് വന്നത് അവിടെ ഇരിക്കുന്നു, അങ്ങനെ എല്ലാം മൊത്തം ഡൈനിങ് ടേബിൾ വൃത്തികേടാണ്. കിച്ചണിലോട്ട് പോയി നോക്കുമ്പോൾ മൂക്ക് പൊത്താതെ കയറാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ അലീന അവിടെ മൊത്തം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മുത്തശ്ശിയും കൊണ്ട് വൈജയന്തി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ പോയി വീൽ ചെയർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വൈജ വന്ന് നോക്കുമ്പോൾ അകത്ത് നിന്ന് ഡോറ് കുറ്റിയിട്ടതായിട്ട് മനസ്സിലാവുകയാണ്. അമ്മയ്ക്ക് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അലീന വാതിൽ തുറക്കുമ്പോൾ, നീ എപ്പോൾ വന്നു, നീ എങ്ങനെ അകത്ത് കയറി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. ഞാൻ രാവിലെ 10 മണിക്ക് വന്നതാണ്, സാറിൻ്റെ അടുത്ത് പോയി കീ വാങ്ങിച്ചു എന്ന് പറയുകയാണ് അലീന. അപ്പോൾ പറയുന്നത്, നിന്നോട് ആര് പറഞ്ഞു അവിടെ പോയി കീ വാങ്ങിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പിന്നെ ഇവിടെ എന്ത് ചെയ്യണം, എനിക്ക് വീട്ടിനകത്തേക്ക് കയറണ്ടേ എന്ന് പറയാണ്. അങ്ങനെ എന്നെ ഒന്ന് വന്ന് ഇറക്കും മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിക്കുമ്പോൾ അലീന അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ, വേണ്ട തൊടണ്ട, ഇത്രയൊക്കെ ഞാനല്ലേ ചെയ്തത്, എനിക്കറിയാം ചെയ്യാനെന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോയിട്ട് വീൽ ചെയർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശിയോട് അലീന ചോദിക്കുന്നുണ്ട്, എവിടെ പോയതായിരുന്നു ഇത്രയും നേരം എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഈ കാലിൽ പ്ലാസ്റ്റർ വെട്ടാനെന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോയതാണ്, നിനക്ക് പണി തരാൻ വേണ്ടിയിട്ട് ആ കൊല്ലപ്പള്ളിയിൽ പോയി ഇരിക്കുകയായിരുന്നു ഇത്രയും നേരം എന്ന് പറയുമ്പോൾ, നീ ഏതായാലും ബാലിൻ്റെ അടുത്ത് പോയി കീ വാങ്ങിച്ച് അകത്ത് കയറുന്നത് നന്നായി, അവൾക്ക് ഇങ്ങനെ തന്നെ വേണം എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയെ കാറിൽ നിന്ന് തന്നെ ഇറക്കി കൊണ്ടുപോവുകയാണ് വൈജയന്തി. പിടിക്കാൻ ശ്രമിച്ചിട്ടും അലീനയെ സമ്മതിക്കുന്നില്ല. അങ്ങനെ സ്റ്റെപ്പിൽ കയറി സിറ്റ് ഔട്ടിലേക്ക് കയറിയ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ പേഴ്സ് ഉണ്ട് മോളെ അതിനകത്ത്, അത് എടുത്തോ എന്ന് പറഞ്ഞ് തിരിയാണ്. അങ്ങനെ അലീന പേഴ്സ് എടുക്കാനായിട്ട് തിരിയുമ്പോൾ കേൾക്കുന്നത് ഭയങ്കര ശബ്ദമാണ്, മുത്തശ്ശിയുടെ കരച്ചിലും. മുത്തശ്ശി വീൽ ചെയറിലേക്ക് ഇരിക്കാൻ പോകുന്ന സമയത്ത് അതിൽ നിന്ന് തെന്നി താഴേക്ക് വീണതാണ്. അങ്ങനെ ഒരുവിധം ഓടി വന്ന് അലീനയും ഓടി വന്ന് മുത്തശ്ശിയെ പിടിച്ച് വീൽ ചെയറിൽ ഇരുത്തുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, കുശുമ്പൊക്കെ മാറ്റി വെച്ചിട്ട് സ്വന്തം അമ്മയല്ലേ, ഇതിൻ്റെ ഈ സമയത്ത് കുശുമ്പ് കാണിക്കണ്ടായിരുന്നു എന്ന് പറയണം. ആർക്ക് കുശുമ്പ്? എനിക്കാണോ കുശുമ്പ്? അതെ, നിനക്ക് തന്നെയാണ് കുശുമ്പ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇവളോട് നിനക്ക് കുശുമ്പുള്ളതുകൊണ്ടല്ലോ എൻ്റെ കാല് പോയി എന്നൊക്കെ പറയണം. അമ്മയുടെ കാലൊന്നും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് റൂമിൽ കൊണ്ടുപോയി കിടത്തുമോ, നിങ്ങൾ രണ്ടുപേരും വഴക്കിടാതെ എന്ന് മുത്തശ്ശി പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ മുത്തശ്ശിയെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ എൻ്റെ പേഴ്സ് ഉണ്ട്, അതൊന്ന് നീ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അലീന പേഴ്സ് എടുക്കാനായിട്ട് പോകുമ്പോൾ വൈജയന്തി കാണുകയാണ് അലീന കൊണ്ടുവന്ന് വെച്ച കവറുകളൊക്കെ കാണുകയാണ്. ശമ്പളം കൊടുത്തത് മുഴുവൻ തീർത്തിട്ടുണ്ട് എന്ന് പറയണം. ആ സമയത്ത് പേഴ്സും കൊണ്ട് അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെ എൻ്റെ കാലൊന്ന് തിരുമ്മി തന്നെ എന്ന് പറയാണ് തൈലിട്ടിട്ട്. അങ്ങനെ അലീന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ കാലിൽ ഇങ്ങനെ അലീന തൈലിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത്. വൈജയന്തി വന്നിട്ട് അലീനെ ചോദ്യം ചെയ്യണം, വീണ്ടും ചോദ്യം ചെയ്യണം. നീ ഇന്നലെ രാത്രി വരുമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് വരാഞ്ഞത്? ഇന്ന് രാവിലെ നിന്നോട് ഇങ്ങോട്ടേക്ക് എത്താൻ പറഞ്ഞതല്ലേ, ഇന്നലെ രാത്രി എത്താൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിൻ്റെ കാരണം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയണം അലീന. അല്ലെങ്കിൽ നിനക്ക് അവിടെ പോയി വന്നപ്പോൾ ഒരു എല്ല് കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, മാഡത്തിൻ്റെ മുന്നിൽ എനിക്ക് പിടിച്ച് നിൽക്കണ്ടേ എന്ന് പറയണം. പിന്നെ നീ എന്തിനാണ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോയിട്ട് കീ വാങ്ങിക്കാനായിട്ട് പോയത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുക കേട്ടോ. പിന്നെ ഞാൻ വീട്ടിനകത്തേക്ക് കയറാൻ എന്ത് ചെയ്യും മാഡം, ഇവിടെ വീട് പൂട്ടിയിട്ട് പോയേക്കല്ലേ, എനിക്ക് വീട്ടിലേക്ക് കയറണ്ടേ, ഞാൻ രാവിലെ 10 മണിക്ക് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തർക്കിക്കുകയാണ് വൈജയും അലീനയും കൂടിയിട്ട്. ഇത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഒന്ന് നിർത്ത്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്ത് എന്ന് പറയണം. വൈജ പറയുന്നുണ്ട്, എനിക്ക് ചോദിക്കണം, എനിക്ക് അറിയണം, ഇവിടെ 2 ദിവസം മുന്നേ പോയതാണ് അവൾ, എന്നിട്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ട അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇത്രയും നാൾ നീ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ലല്ലോ, അവൾ എവിടെയെങ്കിലും പോട്ടെ, അതൊന്നും അറിയണ്ട എന്നല്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി.
അങ്ങനെ വീണ്ടും വൈജയന്തി ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നീ എന്താണ് ബാലചന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് എപ്പോഴാണ് തിരിച്ചു പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ പോകുന്നു, പിന്നെ സാറ് എനിക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നു എന്ന് പറയണം. ഭക്ഷണം വാങ്ങിച്ചു തന്നു? എവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് നീ ഇവിടെ വന്ന് കഴിച്ചോ? അങ്ങനെയല്ല, സാർ എന്നെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഫുഡ് വാങ്ങിച്ചു തന്നു എന്ന് പറയാം കേട്ടോ. അതോടെ കേട്ടപ്പോൾ വൈജയന്തിക്ക് കലി കണ്ട് കയറണം. അങ്ങനെ നിന്നോട് ആര് പറഞ്ഞു ബാലചന്ദ്രൻ്റെ കൂടെ പോയി ഭക്ഷണം കഴിക്കാനെന്ന് പറയുമ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്, സാറ് നിർബന്ധിച്ചു, അങ്ങനെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ചു തന്നു എന്ന് പറയണേ. അപ്പം മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, അവൾ രാവിലെ ഇവിടെ വന്നിരിക്കുന്നതല്ലേ, നീ വീട് പൂട്ടിയിട്ട് പോയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയാണ്. വീട് തുറന്നിട്ട് കിടക്കായിരുന്നുണ്ടെങ്കിൽ അവൾക്ക് ഇവിടെ വന്ന് കയറിയിട്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാമായിരുന്നല്ലോ, നീ വീട് പൂട്ടിയിട്ട് പോയതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചതെന്ന് വൈജയന്തിയോട് മുത്തശ്ശി പറയുമ്പം വൈജയന്തിക്ക് ഇതെല്ലാം കൂടി കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അങ്ങനെ വൈജയന്തി ഭയങ്കരമായിട്ട് അവളോട് ദേഷ്യപ്പെടുകയാണ്. നിന്നെ ഞാൻ ശരിയാക്കി തരാം, ഇനി ഏതായാലും അമ്മയുടെ കാലൊക്കെ ശരിയായിട്ടുണ്ട്, ഇനി അധികം നാൾ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തൊന്നുമില്ല, നിന്നെ ഞാൻ ഉടനെ തന്നെ പറഞ്ഞയച്ചോളാം എന്നൊക്കെ പറയാണ് അലീനയോട്. അതിനുശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബബിതയും കൃഷ്ണയൊക്കെ സ്കൂൾ വിട്ട് വരുന്നതാണ്. അതുപോലെ രോഹിത്തും കോളേജൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അലീന വന്നത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവണം. ആർക്ക്? കൃഷ്ണമോൾക്ക് മാത്രം കേട്ടോ. ബബിതയ്ക്ക് ഒരാശ്വാസം ഉണ്ടാവും, ഇനിയിപ്പോൾ പണിയൊന്നും എടുക്കണ്ടല്ലോ, അലീന ഉണ്ടല്ലോ എല്ലാം ചെയ്യാനായിട്ട്, അപ്പം മര്യാദക്കാണെങ്കിലും ഭക്ഷണം കിട്ടിക്കോളും എന്നൊക്കെ ഉള്ളൊരു ആശ്വാസമുണ്ട്. രോഹിത്താണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. കൃഷ്ണ വന്നിട്ട് കുശലം ചോദിക്കുന്നുണ്ട്, ചേച്ചി വന്നല്ലോ, സമാധാനമായി, ഇവിടെ ചേച്ചി ഇല്ലാഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു, ഒരു ദിവസം മുത്തശ്ശിക്ക് കൂട്ട് ഞാനാ കിടന്നത് എന്നൊക്കെ പറയാണ് കൃഷ്ണമോള്. ആണോ മോള് അവിടെ വന്ന് കിടന്നോ? ഞാൻ ചേച്ചി കിടക്കുന്ന ആ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിൽ ഞാൻ കിടന്നു, അവിടെ ചേച്ചിയുടെ മണം ഉണ്ടായിരുന്നു, എനിക്ക് അതുകൊണ്ട് അവിടെ കിടക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കൃഷ്ണമോള് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുക കേട്ടോ, ഭയങ്കര സന്തോഷം തോന്നുകയാണ്. തൻ്റെ അനിയത്തിക്കുട്ടിയാണല്ലോ. ചേച്ചി പറയും, എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അവിടെ പോയിട്ട് ചേച്ചിയുടെ അനിയത്തിയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ കണ്ടു, അപ്പോൾ എന്നിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒക്കെ പറയാം മോളെ, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയോ, നിങ്ങൾ കറങ്ങാനൊക്കെ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാം, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി, അതൊക്കെ ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ മോള് പോയി ഫ്രഷായി വന്ന് ചായ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ കൃഷ്ണമോൾ എന്നാൽ ശരി, ഞാൻ ചേച്ചി ഞാൻ ചായയൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്, ഞാൻ ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതേസമയം പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടീനെ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ അലീന ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണം, ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, നമ്മൾ ചേച്ചി അവിടെ എത്തിയോ ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് നോക്കിയതല്ലോ, അപ്പോൾ അലീനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് ഗ്രേസമ്മ പറയണം. നമുക്ക് ഒന്നുകൂടി വിളിച്ച് നോക്കിയാലോ, ചേച്ചി അവിടെ എത്തിയോ, എനിക്കത് അറിയാഞ്ഞിട്ട് ഒരു പേടിയാവുന്നു, ചേച്ചി എത്തിയോ എത്തിയില്ലേ എന്ന് അറിയാഞ്ഞിട്ടാണെന്നൊക്കെ പറയണം. അവൾ എത്തിയിട്ടുണ്ടാവും, അവളെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്നാലും ഒന്ന് വിളിച്ച് നോക്കാം ആൻറ്റി എന്ന് പറയണം. എന്നാൽ വിളിച്ചു നോക്കാം, നിനക്കൊരു സമാധാനം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗ്രേസമ്മ അലീനയെ വിളിക്കുമ്പോൾ അലീനയുടെ ഫോണിൽ കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട്, ഓ നീ അവിടെ എത്തിയോ അലീന എന്നൊക്കെ ചോദിച്ച് കുശലം ചോദിക്കുന്നുണ്ട്. ഞാൻ എത്തി ആൻറ്റി, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് പറയാണ് അലീന. അപ്പോൾ പറയുന്നുണ്ട്, അതാണ് ഞങ്ങൾ നേരത്തെ വിളിച്ചായിരുന്നു, ആ സമയത്തൊന്നും കിട്ടിയില്ല എന്ന് പറയണ ഗ്രേസമ്മ. ഇവിടെ ഒരാൾക്ക് ഒരു സമാധാനവും ഇല്ല, അലീന ചേച്ചി അവിടെ എത്തിയോന്ന് വിളിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബഹളാണെന്ന് പറഞ്ഞ് രേവതിക്കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. ചേച്ചി എപ്പോഴാണ് എത്തിയത്, ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് രേവതിക്കുട്ടി. എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല മോളെ, നീ ഹാപ്പി ആയിട്ടിരിക്കും, ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയായിരുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ചേച്ചി പോയിട്ട് ആകെ വിഷമം, ഇവിടെ ഒരു രസമില്ല, ചേച്ചി 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു, ഇപ്പോൾ ചേച്ചി പോയപ്പോൾ ഭയങ്കര വിഷമം, വീടിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പോലെ തോന്നുക എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. സാരമില്ല, ഞാനിനി പിന്നെ വരാം, ഞങ്ങളെ ഒരു ദിവസം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ആൻറ്റി സമ്മതിച്ചിട്ടുണ്ട്, അങ്കിൾ കൊണ്ടുപോകാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയണ രേവതിക്കുട്ടി. ഇങ്ങോട്ടോ എന്ന് പറയാട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ പറയാം മോളെ, എന്താണെങ്കിലും ഇവിടുത്തെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് ഒരു ദിവസം ഞാൻ പറയാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറയാണ് അലീന. അങ്ങനെ അവർ ഫോൺ വെക്കുന്നുണ്ട്. അതിനുശേഷം അലീന മുത്തശ്ശിക്ക് ഗ്രേസമ്മയും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത, ഗ്രേസമ്മയും മാംസാനും വാങ്ങിച്ചു കൊടുത്ത സമ്മാനങ്ങൾ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ആരാ മോളെ വിളിച്ചതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് രേവതിക്കുട്ടിയും അവിടുത്തെ ആൻറ്റിയും ആണ് മുത്തശ്ശി എന്ന് പറയണം. അവരൊക്കെ ഭയങ്കര സ്നേഹത്തിലാണല്ലേ അവളോട് പെരുമാറുന്നതെന്ന് ചോദിക്കണം മുത്തശ്ശി. അതേ മുത്തശ്ശി, അവർ രണ്ടുപേരും ഒരു മകളെ പോലെയാണ് രേവതിക്കുട്ടീനെ നോക്കുന്നത്. എനിക്ക് അവിടെ പോയപ്പോൾ എന്തൊരു സന്തോഷമായി അറിയോ, എൻ്റെ സ്വന്തം വീട്ടിൽ, എൻ്റെ എന്തോ ഒരു ബന്ധുക്കാരുടെ വീട്ടിൽ, എൻ്റെ ബന്ധുക്കളെ വീട്ടിൽ, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയതുപോലെ ഒരു ഫീൽ
ഫ്രീഡായിരുന്നു, അത്രയും ഫ്രീഡായിരുന്നു. എന്തിനും നമുക്ക് ഫ്രീഡം ഉണ്ട്, ഒരു വിലക്കുമില്ല. എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ജോലി ചെയ്തില്ലെങ്കിൽ വയ്യാന്നുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. രേവതിക്കുട്ടിയാണ് അവിടെ മൊത്തം ഓൾ ഇൻ ഓൾ. അവൾ പറയുന്നത് പോലെയാണ് അവർ രണ്ടുപേരും കേൾക്കുന്നത്. അവരെന്ത് കഴിക്കണമെന്ന് പോലും രേവതിക്കുട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയാണ് അലീന. എല്ലാം കേട്ടിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവരത്രയും നല്ല മനുഷ്യരാണല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നത്, അതേ മുത്തശ്ശി, ആ മാമച്ചനെങ്കിലും ഗ്രേസമാൻറ്റി അത്രയും നല്ലവരാണ്. അവർക്കൊരു മോനുണ്ടായിരുന്നു മുത്തശ്ശി. ആ മോൻ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചുപോയി 4 വർഷം മുൻപ്. വേറെ ആരുമില്ല. ഒരു മോളുണ്ട്, കന്യാസ്ത്രീയാണ്, വിദേശത്താണ്. വേറെ ആരുമില്ല. ഇവർ രണ്ടുപേരും മാത്രം തനിച്ചിങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി വന്നപ്പോൾ അവരുടെ ലൈഫേ മാറിപ്പോയി. അവർ മൊത്തം ഇപ്പോൾ ഹാപ്പിയാണ്. രേവതിക്കുട്ടി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാണ് അലീന. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ കാര്യം മാത്രമാണല്ലോ മോളെ ഇങ്ങനെ കഷ്ടത്തിലായതെന്ന് പറയണം. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, ഇവിടെ തന്നെയാണ് ഞാൻ വരേണ്ടത്, ഇവിടെ തന്നെയാണ് ഞാൻ നിൽക്കേണ്ടത്. എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് അലീന പറയണേ. അതെന്താ മോളെ അങ്ങനെ നീ പറയുന്നത്? വൈജ നിന്നോട് എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്യുന്നത്, എന്നിട്ടും നീ ഇങ്ങനെ പറയുന്നത് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ട് മുത്തശ്ശി, ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാഡത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ മനസ്സിലെ വിഷമം കൊണ്ടായിരിക്കും മാഡത്തിൻ്റെ സ്വഭാവമൊക്കെ ഇങ്ങനെയായി പോയത്. അതൊരു പക്ഷേ മുത്തശ്ശിക്കും അറിയാമായിരിക്കും. എന്താണെങ്കിലും എനിക്ക് യാതൊരു വിഷമവുമില്ല മാഡം. ഇനിയിപ്പോൾ എന്തൊക്കെ എന്നെ പറഞ്ഞാലും എനിക്ക് അത് വല്ലാണ്ടൊന്നും വിഷമാവാറൊക്കെ ഉണ്ട് ചില സമയത്ത്. എന്നാലും ഞാനതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കാൻ തയ്യാറാണ്. എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട മുത്തശ്ശി എന്ന് പറയണം. അപ്പോൾ എന്നിട്ട് അലീന ആ വാങ്ങിച്ചു തന്ന സമ്മാനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി ഇതേ നോക്കി, അവർ എനിക്ക് വാങ്ങിച്ചു തന്നതാ. ഞാൻ അവരുടെ ആരുമല്ല. രേവതിക്കുട്ടിക്ക് അവർ എന്തോരം സാധനങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് അറിയാവോ? ഡ്രസ്സും ഓർണമെൻറ്റ്സും മേക്കപ്പ് സാധനങ്ങളും എല്ലാ സാധനങ്ങളും. ഇനിയിപ്പോൾ മൊബൈലും വാങ്ങിച്ചു കൊടുക്കാൻ പോകാമെന്നാണ് രേവതിക്കുട്ടി പറഞ്ഞു എന്ന് പറയണം. എനിക്ക് വാങ്ങിച്ചു തന്നതാന്ന് പറഞ്ഞിട്ട് അതിൽ കുറേ ഡ്രസ്സുകളും കുറേ ഫാൻസി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഓർണമെൻറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കട്ടോ മുത്തശ്ശിക്ക്. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. നിനക്ക് ഒരുപാട് സന്തോഷമായല്ലേ മോളെ അവിടെ പോയി വന്നപ്പോൾ എന്ന് പറയുമ്പോൾ, അതേ മുത്തശ്ശി, എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ അനിയത്തി അത്രയും ഹാപ്പി ആയിട്ടല്ലേ അവിടെ ജീവിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയണം. ആ സമയത്ത് വൈജയന്തി അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ വിളിക്കുന്നുണ്ട്. ഞാൻ ഏതായാലും മാഡത്തെ കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അലീന വൈജയൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ കവറും പിടിച്ചോണ്ടാട്ടോ ചെല്ലുന്നത്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുകയാണ്. കിട്ടിയ ശമ്പളം മുഴുവൻ സാധനങ്ങൾ വാങ്ങിച്ച് തീർത്തല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അലീന. അപ്പോൾ അലീനയോട് വൈജയന്തി ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ അധികമൊന്നും വാങ്ങിച്ചിട്ടില്ല, ചിലവാക്കിയിട്ടില്ല. എനിക്കറിയാം പൈസ ഒരുപാട് ചിലവാക്കാതിരിക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ അങ്ങനെ അനാവശ്യമായി ചിലവാക്കുന്ന ആളൊന്നും അല്ല എന്ന് പറയുമ്പോൾ, പിന്നെ ഇതൊക്കെ എന്താ, ഇതൊക്കെ നീ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളല്ലേ എന്ന് പറയണേ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതൊന്നുമില്ല, എനിക്ക് അവിടുത്തെ ആൻറ്റിയും അങ്കിളും വാങ്ങിച്ചു തന്ന സാധനങ്ങളാണെന്ന് പറയട്ടോ. അത് കേട്ടതും വൈജയുടെ കണ്ണ് മിഴിച്ചു പോവുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് അതിന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മുത്തശ്ശിക്ക് അലീന ഒരു സെറ്റ് മുണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ മുത്തശ്ശിക്ക് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തിനാ മോളെ ഇതൊക്കെ, എനിക്കിവിടെ ഒരുപാടുണ്ട്, പിന്നെ ഞാൻ ഇതൊന്നും ഇട്ടിട്ട് എങ്ങോട്ടും പോകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, മുത്തശ്ശിയുടെ കാലിൻ്റെ അസുഖമൊക്കെ മാറാൻ പോവല്ലേ, അതിനുശേഷം മുത്തശ്ശിക്ക് ഇട്ട് നടക്കാമല്ലോ എന്നൊക്കെ പറയും. എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ വാങ്ങിച്ചതാണ്, എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേറെ ആരുമില്ല മുത്തശ്ശി. രേവതിക്കുട്ടിയുണ്ട്, ചിന്നുമോളും ഉണ്ട്, അവർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഇത് മുത്തശ്ശിക്ക് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ കൃഷ്ണമോക്കവും ചെറുതായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയാട്ടോ. അങ്ങനെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നതൊക്കെ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ഇത് കേട്ട് ആകെ കണ്ണ് വീഴ്ച നിൽക്കണം. അവർ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, അവർ നിനക്ക് വാങ്ങിച്ചു തന്നതോ എന്ന് ചോദിക്കണം. അതെ, അവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. എൻ്റെ അനിയത്തിയെ അവർ സ്വന്തം മോളെ പോലെയാണ് അവിടെ നോക്കുന്നത് എന്ന് പറയണം. പിന്നെ എന്നുള്ളൊരു പുച്ഛഭാവത്തിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആരോ പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു കുഞ്ഞാണ്, അതിനെ ഏറ്റെടുത്ത് വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ശരിക്കും പറഞ്ഞാൽ രേവതിക്കുട്ടീനെ അവിടേക്കൊരു ജോലിക്കാരിയായിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അവരവിടെ നോക്കുന്നത് ഒരു മകളെ പോലെയാണ്. അത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരോ ഉപേക്ഷിച്ച് ആരോ
പ്രസവിച്ച് ഉപേക്ഷിച്ചു പോയ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് സ്വന്തം മകളായിട്ട് സ്വന്തം ആയിട്ട് വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റൂ. എത്രയോ കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ ഈ ലോകത്ത് അനാഥരായിട്ട് ജനിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊന്നും അവരുടെ തെറ്റല്ല. അവരൊരിക്കലും തെറ്റ് ചെയ്തതുകൊണ്ടല്ല അവർ അനാഥരായിട്ട് ജനിക്കുന്നത്. അവരുടെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റാണ്. അവർ ചെയ്ത തെറ്റാണ് ആ കുഞ്ഞുങ്ങൾ അനാഥരായിട്ട് ജനിക്കുന്നത്. പക്ഷേ ആ അനാഥ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പുണ്യം വേറെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് കൈവന്ന ഭാഗ്യം പറയുന്നതിൻ്റെ കൂടെ വൈജയന്തിക്ക് ഇട്ടിട്ടും വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു അമ്മ പ്രസവിച്ച കുഞ്ഞ് അതിനെ കൊണ്ടു കളഞ്ഞേക്കുന്നു. ഈ ചില സ്ത്രീകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ തൻ്റെ മക്കളെ കൊണ്ടുപോയി കളയും. ഒരു പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാവണമെന്നില്ല, ആരെങ്കിലും കൊണ്ടുപോയി കളയുന്നതായിരിക്കാം. എന്താണെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ടുപോയി കളയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വൈജയന്തിക്ക് ഏകദേശം ഇങ്ങനെ കൊള്ളുന്നുണ്ട് കേട്ടോ. ഇവളിങ്ങനെ എങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട്. അതിനുശേഷം വൈജയന്തി നല്ലൊരു മറുപടി തിരിച്ചും കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നീയും ഇതുപോലെ ഏതോ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ആരോ കൊടുത്ത സമ്മാനമാണ് നീയും. നിന്നെയും ഇതുപോലെ ആരോ പ്രസവിച്ചിട്ടതാണ്. നീയും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നിനക്കും അതേ ഗതി തന്നെ വരും എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. സ്വന്തം അമ്മ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. സ്വന്തം അമ്മയ്ക്ക് ആരോ കൊടുത്തൊരു സമ്മാനമാണ്. ആ സമ്മാനമാണ് അലീന. അപ്പോൾ തന്നെക്കുറിച്ച് തൻ്റെ അമ്മ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഓർത്തിട്ട് അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. നീ എന്ത് സംസാരമാണ് വൈജയ സംസാരിക്കുന്നത്? ഏത് നേരം നിനക്ക് ഇത് തന്നെ പറഞ്ഞ് അവളെ ഇങ്ങനെ വേദനിപ്പിക്കാനാണോ നിനക്ക് സമയമുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നത്? ഇത് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നീ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നൊക്കെ. ഇതൊക്കെ ഏത് നേരം പറഞ്ഞു ഒരാളെ കുത്തി വേദനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിലൊരു ലഹരി കണ്ടെത്തുകയാണോ, അത് ഒരു ഉന്മാദം കണ്ടെത്തുകയാണോ എന്നൊക്കെ ചോദിച്ച് വൈജയെ വഴക്ക് പറയണം. ബാലചന്ദ്രൻ ഇതിൽ കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ട കേട്ടോ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയണം. ബാലചന്ദ്രൻ എന്തിനാ ഇവളെയും കൂട്ടി കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തത് എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതാണോ ഇത്ര വലിയ തെറ്റ്? വിശന്നിരിക്കുന്ന എത്രയോ പേരുണ്ട്, ബാലചന്ദ്രൻ എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവർക്കും ഇല്ല, ഇവള് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടിയാണ്. ഇവള് രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ ഇവിടെ വന്നിട്ട് ഉച്ചവരെ ഇവിടെ ഇരുന്നു, ആരെങ്കിലും വരുമെന്നോർത്ത്. എന്നിട്ട് ആരെയും കാണാഞ്ഞിട്ടാണ് എൻ്റെ കടയിലേക്ക് വന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചൊന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്, അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. ഭയങ്കര മഹാമനസ്കനാണല്ലോ ബാലചന്ദ്രൻ അല്ലെങ്കിലും എന്ന് വീണ്ടും വൈജയ് കുറ്റപ്പെടുത്തണം. വൈജയ്, നീ ഒരുപാട് സംസാരിച്ച് കാട് കയറാൻ നിൽക്കണം. അലീന ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങോട്ട് നിർബന്ധിച്ചിട്ടാണ് അവളെയും കൂട്ടിപ്പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തത് എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. എന്തായാലും കൊള്ളാം, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ഇതൊക്കെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വൈജയ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അലീനയാണെങ്കിൽ വൈജയന്തി പറഞ്ഞ ആ കാര്യം ഓർത്തിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോൾ ഇതൊന്നും കേട്ട് മൈൻഡ് വിഷമിക്കാൻ നിൽക്കണ്ട, ചെല്ല്, അവളുടെ സ്വഭാവം നിനക്ക് അറിയുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അമ്മ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ജോലി ശരിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവാൻ നോക്ക് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല സാർ, ഇവിടെ നിൽക്കാൻ പറ്റുന്നിടത്തോളം കാലം എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയാണ് അലീന. അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നാളത്തെ എപ്പിസോഡിൽ മുത്തശ്ശിയെയും അലീനയും കാണാനായിട്ട് മനു വരുന്നതും കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നാളത്തെ എപ്പിസോഡിൽ എൻഡിങ്ങിലായിട്ട് മനു വരുന്ന ഭാഗമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു സ്റ്റോറി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.